ഡയറ്റ് ചെയ്യുന്നു, ഷുഗർ കട്ട് ചെയ്യുന്നു, ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യുന്നു, ആൻഡ് ഫുഡ് 2 മീൽ ചിലപ്പോൾ നമ്മൾ ഒരു ഡേ കൊണ്ടുപോകുന്നു. വെയിറ്റ് കുറക്കാനായിട്ട് നമ്മൾ പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ടൈം കഴിയുമ്പോൾ വെയിറ്റ് ലോസ് ഒട്ടും നടക്കുന്നില്ല. ദെൻ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. മേ ബി നിങ്ങൾ ചില മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടാവും. ഈ മിസ്റ്റേക്കുകളാണ് നമ്മുടെ ഫാറ്റ് ലോസിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് വിൻസി നിജു, യുവർ വെൽനസ് കോച്ച്. ആക്ച്വലി എനിക്ക് എന്നെ മിക്കവാറും കോൺടാക്ട് ചെയ്യുന്ന പീപ്പിൾ എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ്, മീൻസ് ഈ പല മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നുണ്ട്, ഫുഡ് കട്ട് ചെയ്യാറുണ്ട്, റൈസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുന്നു, ജങ്ക് ഫുഡ് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കുന്നു, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ഡയറ്റിന്റെ പ്രോബ്ലം ആയിരിക്കില്ല വെയിറ്റ് ലോസ് ആവാത്തത്. മേ ബി നിങ്ങൾ ചില മിസ്റ്റേക്കുകൾ ചെയ്യുന്നതാണ് ആ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യാത്തത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് എന്തൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ് വെയിറ്റ് ലോസ് സമയത്ത് നമ്മൾ ചെയ്യുന്നത്. ഒരു 5 മിസ്റ്റേക്സ് ഞാനിന്ന് പറഞ്ഞുതരാം. മിസ്റ്റേക്ക് നമ്പർ 1, സ്കിപ്പിംഗ് മീൽസ്. പലരും വെയിറ്റ് ലോസിനെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നതാണ് ഏതെങ്കിലും ഒരു മീല് കട്ട് ചെയ്യാന്നുള്ളത്. ഫുഡ് സ്കിപ്പ് ചെയ്താൽ വെയിറ്റ് ലോസ് ആകും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇതൊരു വലിയൊരു മിസ്റ്റേക്ക് ആണ്. കാരണം നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം സ്ലോ ആവാൻ തുടങ്ങും. അത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാനായിരിക്കും ഹെൽപ്പ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി പലപ്പോഴും അത് വെയിറ്റ് ഗെയിനെ സപ്പോർട്ട് ചെയ്യും. സോ വെയിറ്റ് ലോസ് നമ്മൾ ചെയ്യുമ്പോൾ 3 പ്രോപ്പർ മീൽ എടുത്തിട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യണം. അതിനൊപ്പം വേണമെങ്കിൽ ഒരു ഹെൽത്തി സ്നാക്കും കൂടെ ആഡ് ചെയ്യാം. എസ്പെഷ്യലി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. സോ പ്രോപ്പർ 3 മീല് വെച്ചിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും. മിസ്റ്റേക്ക് നമ്പർ 2, ലോ പ്രോട്ടീൻ. പലപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് പ്രോട്ടീൻ വളരെ കുറച്ചായിരിക്കും ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്രോട്ടീൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മസിൽ ലോസ് നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി വീക്ക് ആകാനായിട്ട് തുടങ്ങും. ഒരു പരിധി കഴിയുമ്പോൾ ഹ്യൂജ് വെയിറ്റ് ലോസ് ഉള്ള പീപ്പിൾ ആണെങ്കിൽ പ്രോട്ടീൻ അധികം എടുക്കാതെയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബോഡിയെ തന്നെ നഷ്ടപ്പെടാൻ, ഒരു ഷേപ്പ് നഷ്ടപ്പെടാൻ, സ്ട്രെങ്ത് നഷ്ടപ്പെടാനൊക്കെ കാരണമാകും. സോ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രോട്ടീൻ ഒഴിവാക്കി വെയിറ്റ് ലോസ് ട്രൈ ചെയ്യരുത്. പ്രോപ്പർ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാം. മേ ബി ലഞ്ച് ആയിരിക്കും മെയിൻ കോഴ്സ്, ലഞ്ചിൽ ചിക്കൻ ആഡ് ചെയ്യാം, എഗ്ഗ്, പനീർ, നമ്മുടെ പയറ്, പരിപ്പ്, കടല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെ വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് ആകാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് പോസിബിൾ ആക്കാം. തേർഡ് മിസ്റ്റേക്ക് പുവർ സ്ലീപ്പാണ്. ഉറക്കം വളരെ കുറവ് മാത്രം നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു വലിയൊരു മിസ്റ്റേക്ക് ആണ്. കാരണം നമ്മൾ എത്ര ഭംഗിയായിട്ട് ഡയറ്റ് ചെയ്താലും ഉറക്കം കുറവാണെങ്കിൽ മേ ബി വെയിറ്റ് ഗെയിൻ ആയിരിക്കും അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ലേറ്റ് നൈറ്റ് നമ്മൾ മേ ബി ബെഡിൽ വരുന്ന സമയത്തായിരിക്കും മൊബൈൽ എടുക്കുന്നതും സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് റീൽസും ഷോർട്സും ഒക്കെ കണ്ട് കുറെ സമയം അങ്ങനെ കിടക്കും. പ്രോപ്പർ സ്ലീപ്പ് നമുക്ക് ഉണ്ടാവില്ല. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഹോർമോണിനെ ടോട്ടലി ഇംബാലൻസ് ചെയ്യും. കോർട്ടിസോളിനെ ഇൻക്രീസ് ആക്കാനും അതുവഴി നമ്മുടെ ബെല്ലി ഫാറ്റിനെ ഇൻക്രീസ് ചെയ്യാനും ആയിരിക്കും അത് ഹെൽപ്പ് ചെയ്യുക. സോ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ഒരു 6 to 7 hours സ്ലീപ്പ് നല്ല ഭംഗിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് നടക്കുന്നത് കാണാൻ പറ്റും. ദെൻ ഫോർത്ത് മിസ്റ്റേക്ക് ആണ് സ്ട്രെസ് ഈറ്റിംഗ്. പലരും എൻ്റെ അടുത്ത്, മെജോറിറ്റി വർക്കിംഗ് പ്രൊഫഷണൽസിനെയാണ് ഞാൻ ഗൈഡൻസ് കൊടുക്കുന്നത്. പല കൺട്രീസിൽ നിന്ന് പല കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾ ഉണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒന്നാണ് സ്ട്രെസ്. ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്ട്രെസ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈറ്റിങ്ങിലോട്ട് പോകും. അത് ജങ്ക് ഫുഡ്, ഹോട്ടൽ ഫുഡുകൾ, ബേക്കറി ഐറ്റംസ് കൂടുതൽ കൺസ്യൂം ചെയ്യാനായിട്ട് കാരണമാകും. അത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മുടെ ബെല്ലി ഫാറ്റിനെ സ്റ്റോർ ചെയ്യാനും വേസ്റ്റ് ലൈൻ ഇൻക്രീസ് ചെയ്യാനായിരിക്കും ഹെൽപ്പ് ചെയ്യാം. ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ് ഈറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ മൈൻഡ് സെറ്റിനെ സ്ട്രോങ് ആക്കാന്നുള്ളതാ. എക്സസൈസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഒരു ഏറ്റവും ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും എക്സസൈസ് കൊടുക്കാൻ ട്രൈ ചെയ്യുക. അത്യാവശ്യം സമയം ഉള്ളവരാണെങ്കിൽ ഒരു 30 to 40 minutes, ഒരു 1 hour, അപ് ടു 1 hour വരെ എക്സസൈസ് നമ്മൾ കൊടുക്കാം. ദെൻ സ്ട്രെസ് വരുന്ന സമയത്ത് ബ്രീത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ മൈൻഡിനെ ബാലൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. എപ്പോഴും നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യിക്കുക. മൈൻഡ്ഫുൾനെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബാലൻസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന ഒരു സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും ആ ഒരു സ്ട്രെസ് ഈറ്റിങ്ങിലേക്ക് നമ്മൾ പോകാതെ
ഭംഗിയായിട്ട് നമ്മുടെ വെയിറ്റ് ലോസിനെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ. അഞ്ചാമത്തെ ഒരു മിസ്റ്റേക്ക്, ഒൺലി വർക്ക്ഔട്ട് മൈൻഡ് സെറ്റ്. അതായത് കോമൺ ആയിട്ട് പീപ്പിൾ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ വർക്കൗട്ട് മാത്രം ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന പീപ്പിൾ ഉണ്ട്. ജിമ്മിൽ പോയോ അല്ലെങ്കിൽ എക്സ്ട്രീം വർക്കൗട്ട് ചെയ്തോ ഒക്കെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നു. ഒരിക്കലും അങ്ങനെയല്ല, അതൊരു തെറ്റായ കോൺസെപ്റ്റ് ആണ്. എക്സസൈസ് കൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റത്തില്ല. എക്സസൈസ് പ്ലസ് കറക്റ്റ് ഡയറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് വരത്തുള്ളൂ. ആൻഡ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പ്രോപ്പർ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് വേണോ, കറക്റ്റ് ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ പ്ലസ് കൺസിസ്റ്റൻസി, അതിനോടൊപ്പം നല്ല എക്സസൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഫിറ്റ്നസ് ഉള്ള ബോഡി നമുക്ക് എൻഡ് റിസൾട്ടിൽ നമുക്ക് കിട്ടും. സോ ഫ്രണ്ട്സ്, ദീസ് ആർ ദ 5 കോമൺ മിസ്റ്റേക്സ്. എന്നോട് പല പീപ്പിളും സംസാരിച്ചിട്ടുള്ളതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 5 മിസ്റ്റേക്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരിക്കലും വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാവിങ് അല്ല. ദാറ്റ് ഈസ് ഭയങ്കര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ ബോഡീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ പ്രോപ്പർ ഡയറ്റ് എടുത്ത് വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പർ ഗൈഡൻസിൽ ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ റിസൾട്ട് നമുക്ക് കിട്ടും. സോ ഫ്രണ്ട്സ്, പല മെത്തേഡും യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാതെ ഡ്രോപ്പ് ചെയ്യുന്നതല്ല കാര്യം. ബെസ്റ്റ് ആയിട്ട് ഒരു ഡയറ്റ് എടുക്കുക, ചൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് ബെസ്റ്റ് റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ്, പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു 3, 4, 5 കിലോ കഴിഞ്ഞിട്ട് സ്റ്റക്ക് ആണ്, വെയിറ്റ് ലോസ് ആകുന്നില്ല, ഇഫ് യു നീഡ് എനി പേഴ്സണൽ ഗൈഡൻസ് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു കോൾ. പേഴ്സണൽ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം വെയിറ്റ് ലോസ് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ആൻഡ് ഓഫ് കോഴ്സ്, ഓൺലി വൺ ലൈഫ്, നമ്മുടെ ബെസ്റ്റ് വേർഷനെ കൊണ്ട് നടക്കാനുള്ള എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ട്രാൻസ്ഫോം യുവർ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വെൽനെസ് ആൻഡ് വെയിറ്റ് ലോസ് അപ്ഡേറ്റ്സ്.